ഡോക്ടർ ജലീൽ, നിങ്ങൾ ഇപ്പോഴും പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇനി മത്സര രംഗത്തേക്കില്ല. ഇതിൻ്റെ കാരണം എന്താണ്? കേസ് റിയലായിട്ട് നിർത്താൻ പോവാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നൈം സേക്കിന് പറയുകയാണോ? അങ്ങനെയല്ല, പൊളിറ്റിക്സ് നിർത്തുന്നു എന്നുള്ളതല്ല. ഞാൻ മത്സര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. പൊതുപ്രവർത്തനം എനിക്ക് നിർത്താൻ വേണ്ടി കഴിയില്ല. കാരണം അത് നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമാണ്. സ്കൂൾ പഠനകാലം മുതൽക്ക് തന്നെ രാഷ്ട്രീയത്തോട്, രാഷ്ട്രീയം എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് എനിക്ക് വലിയ താല്പര്യമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തനം, ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നുള്ള ആ ഒരു തലത്തിൽ നിന്ന് അവസാന ശ്വാസം വരെ നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പം ഞാൻ ഒരു കോളേജിൽ അധ്യാപകനാവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് ഞാൻ കോളേജ് അധ്യാപകനായി. 12.5 വർഷക്കാലം ഞാൻ ഒരു സീനിയർ ഗ്രേഡ് കോളേജിൽ അധ്യാപകനായിട്ട് തുടർന്നു. 2006 അവിചാരിതമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെ തുടർന്ന് കുറ്റിപ്പുറത്ത് നിന്ന് ഞാൻ മത്സരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 2026 20 കൊല്ലമായി 4 ടേം മലപ്പുറം ജില്ലയിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ പിന്തുണയോടെ എനിക്ക് മത്സരിക്കാൻ വേണ്ടി സാധിച്ചു. 4 തവണ തുടർച്ചയായി ഇന്ന് വരെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ഞാനാണ് 4 വർഷം 4 ടേംസ് 4 വർഷമല്ല 20 കൊല്ലം തുടർച്ചയായി മലപ്പുറം ജില്ലയിൽ നിന്ന് MLA ആകുന്ന ലീഗുകാരനല്ലാത്ത, കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാൾ. അപ്പോൾ ഈ 4 ടേമായി. അതുകൊണ്ട് ഇനി ഒരുപാട് ആളുകൾക്ക് മത്സരിക്കണമെന്ന് താല്പര്യമുണ്ടാകും. ചെറുപ്പക്കാർ കടന്നു വരുന്നു. അപ്പോൾ അവർക്കൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളൊരു തടസ്സമായിട്ട് നിൽക്കേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ക്ലീൻ ചിട്ട് കൊടുത്തു പാർട്ടിക്ക്. എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, എന്നെ മാറ്റി നിർത്താം, ആവശ്യമെങ്കിൽ എന്നെ മാറ്റി നിർത്താം. എനിക്കും അതാണ് ആഗ്രഹം. എനിക്കിനി ഒരുപാട് യാത്രകൾ ചെയ്യണം. എനിക്ക് യാത്രാ വിവരണ പുസ്തകങ്ങൾ എഴുതാൻ വലിയ താല്പര്യമാണ്. അപ്പോൾ ഇതിനകം 2 പുസ്തകങ്ങൾ യാത്രാ വിവരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. ആ താല്പര്യമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അത് പാർട്ടി പരിഗണിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം സാർ അടുത്തതിൽ ഉണ്ടാവില്ല എന്നാണ് പറയാൻ പോകുന്നുള്ളത്? അല്ല, പാർട്ടി, എൻ്റെ അഭ്യർത്ഥന ഞാൻ പാർട്ടിയുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് 2 തരത്തിലുമാണെങ്കിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, മുസ്ലിം ലീഗ് നിങ്ങളെ പുറത്താക്കിയെന്നും, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗിൽ നിന്ന് വേണ്ടാന്ന് വെച്ചു വന്നു എന്നും പറയാം. ആ സമയത്ത് ഞാൻ കേട്ടതാണ് നിങ്ങൾ വളരെ ഇമോഷണൽസ് ആയിരുന്നു. ആ സമയത്ത് ലിറ്ററലി നിങ്ങൾ കരഞ്ഞും കൊണ്ടാണ് പോയതെന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് ശരിയാണോ? അല്ല, സ്വാഭാവികമായിട്ടും ഞാൻ വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് പാർട്ടി വിട്ട ഒരാളല്ല. വളരെ നിർബന്ധിതമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ പാർട്ടി വിടേണ്ടി വന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ല വാക്ക് പാർട്ടി എന്നെ പുറത്താക്കി എന്നാണ്. അപ്പോൾ അങ്ങനെ പോരുമ്പോൾ നമുക്ക് 10-20 വർഷം, എൻ്റെ 37ാമത്തെ വയസ്സിലാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. ഒരു 22 വയസ്സ് മുതൽ 37 വയസ്സ് വരെ, അപ്പോൾ 10-15 വർഷക്കാലം നമ്മൾ പ്രവർത്തിച്ച പാർട്ടി, നമ്മൾ നിന്ന പാർട്ടി, നമുക്ക് ബന്ധങ്ങളുണ്ടായിരുന്ന പാർട്ടി, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അടുപ്പങ്ങളുണ്ടായിരുന്ന പാർട്ടി. അപ്പോൾ ആ പാർട്ടിയോട് നമ്മൾ വിട പറയുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഒരു വീട്ടിൽ നിന്ന്, തറവാട്ടിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടുന്നൊരു ഫീലിംഗാണ് നമുക്കുണ്ടാവുക. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വല്ലാത്ത വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ചില ആളുകളുടെ ദുരുദ്ദേശവും കൂടിയായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ അതൊരു വാശിയായിട്ട് എന്നിൽ രൂപപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതും മത്സരിക്കുന്നതും ഇടതുപക്ഷം എനിക്ക് പിന്തുണ തരുന്നതും ഒരിക്കലും ജയിക്കില്ല എന്ന് മൂക്ക് താഴേക്കായിട്ടുള്ള എല്ലാവരും പറഞ്ഞ ഒരു സ്ഥലത്താണ് ജയിക്കുന്നത്. അതും ആ കാലത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പരാജയപ്പെടുത്തി ജയിക്കുന്നതും
ഒക്കെ തന്നെ അപ്രതീക്ഷിതമായിട്ടാണ്. പക്ഷേ എനിക്കുറപ്പായിരുന്നു. കാരണം നമ്മൾ സത്യവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പടച്ചോൻ സത്യത്തിൻ്റെ കൂടെ നിൽക്കും എന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ കരുതിയത് അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. നീങ്ങി സംഭവിച്ചു. നിങ്ങൾക്ക് മുസ്ലിം ലീഗിലേക്ക് ഒരു ഇൻവിറ്റേഷൻ വരാണ്, വീണ്ടും മുസ്ലിം ലീഗ് തിരിച്ചെടുക്കാൻ തയ്യാറാണ് മുസ്ലിം ലീഗ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള താല്പര്യമുണ്ടോ? അത് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ അതിനൊരുപാട് പ്ലസ് പോയിന്റുകളുണ്ട്. മുസ്ലിം ലീഗ് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു കൂട്ടായ്മയാണ്. അപ്പം നമ്മളുടെ നാടിൻ്റെ ഒരു പരിച്ഛേദത്തെ നമുക്ക് ഇടതുപക്ഷ സ്റ്റേജിൽ വേദിയിൽ പോയാൽ കാണാൻ വേണ്ടി പറ്റും. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, എല്ലാ മതസമുദായങ്ങളിൽ നിന്നുള്ള ജാതി വിഭാഗങ്ങൾ, അവരുടെ എല്ലാം ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇടതുപക്ഷത്തിൻ്റെ വേദികളിൽ നമുക്ക് കാണാം. അപ്പോൾ അവരോടൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ നീക്കാൻ എന്നാലാവുന്നത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യാൻ എനിക്ക് സാധിക്കുക ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴാണ്. ഇടതുപക്ഷം എല്ലാവരുടെ കാര്യങ്ങളും ഒരുപോലെ പരിഗണിച്ച് നോക്കുന്ന ആളുകളാണ്. അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തോട് പ്രത്യേകമായിട്ടുള്ള ആഭിമുഖ്യമോ ഏതെങ്കിലും ജാതി വിഭാഗത്തോട് മതവിഭാഗത്തോട് പ്രത്യേകമായിട്ടുള്ള ഒരു എതിർപ്പോ അടുപ്പമില്ലായ്മയോ ഒന്നുമില്ല. മനുഷ്യരുടെ കാര്യങ്ങൾ നോക്കുക, മാനവികമായിട്ട് പ്രശ്നങ്ങളെ സമീപിക്കുക, ഇതാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്ന ഒരു പൊതുനയം എന്ന് പറയുന്നത്. അപ്പം മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു സഹയാത്രികൻ എന്നുള്ള നിലയിൽ നാടിനും സമൂഹത്തിനും വേണ്ടി എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനുമായിട്ട്, നാടിൻ്റെ ഒരു ക്രോസ് സെക്ഷനുമായിട്ട്, ഒരു പരിച്ഛേദവുമായിട്ട് സംവദിക്കാൻ, സംസാരിക്കാൻ ഒക്കെയുള്ള അവസരങ്ങൾ ലഭിക്കും. അതിലൂടെ ടോട്ടലി മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് ഒക്കെയുള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ മതനിരപേക്ഷ ചേരികളിലേക്ക് വരികയാണ് വേണ്ടത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മളുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്നെങ്കിലും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. അപ്പോൾ സാറ് റിക്രൂട്ട് ചെയ്യുകയാണ് LDF-ലേക്ക് വേണ്ടിയിട്ട്? അല്ല, LDF-ൽ വരണം എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരുടെ കാര്യങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സംതൃപ്തി ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാവില്ല. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളുടെ സമുദായത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നമ്മളുടെ പ്രദേശത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സങ്കുചിതമായിട്ടുള്ള സർക്കിളിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തിയേക്കാൾ കൂടുതൽ പരിധികളില്ലാതെ, പരിമിതികളില്ലാതെ മനുഷ്യരെ മുഴുവൻ അവരിൽ ആവശ്യക്കാരാരാണോ അവർക്ക് നമ്മളുടെ സേവനങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. ഇസ്ലാമും പ്രവാചകനും ഒക്കെ തന്നെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ മനുഷ്യർക്കും നിങ്ങൾ സേവനം ചെയ്യണം. അത് ചെയ്യാൻ ഏറ്റവും യോജ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഇടതുപക്ഷത്തിൻ്റേതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പടച്ചോൻ്റെ ഒരു വിധിയാണെന്ന് വിചാരിച്ചോട്ടെ, ലീഗിൽ നിന്ന് പുറത്താക്കാനും ഇടതുപക്ഷത്ത് ചേരാനുള്ള. അപ്പോൾ ആദ്യം ഇത്ര 33 years ചെയ്തത് തെറ്റായെന്ന് തോന്നുന്നുണ്ടോ? അത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, അത് പറയൂല. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കപടനാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ഓരോ ഘട്ടങ്ങളിലും ഓരോ സാഹചര്യങ്ങളാണ് നമ്മളെ വിവിധ വഴികളിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നത്.
നേരത്തെ ഞാൻ വളരെ സത്യത്തിൽ ചെന്നുപെടാൻ പാടില്ലാത്ത ഒരു മേഖലയിൽ ചെന്നുപെട്ടു. പിന്നെ ഞാൻ മുസ്ലിം ലീഗിലെത്തി. മുസ്ലിം ലീഗിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് വരുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത് ഒന്നും ആയിരുന്നില്ല. അത് ചില സംഭവങ്ങളുണ്ടായി. ആ സംഭവങ്ങളുടെ പരിണിതി എന്നെ പുറത്താക്കലിൽ അവസാനിച്ചു. എന്നാൽ അത് നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ കണ്ടത്. ആ അവസരമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും കിട്ടി എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്ക് കിട്ടാനെന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റിപ്പുറത്താണല്ലോ ആദ്യം മത്സരിച്ചത്. ബുദ്ധിയുള്ള ആരെങ്കിലും അവിടെ പോയിട്ട് മത്സരിക്കും. ജയിക്കാനാണ്, അധികാരമോഹം കൊണ്ടാണ് എങ്കിൽ കാരണം എവിടെ എത്തൂല, തോറ്റു തൊപ്പിട്ട് പോവും. പക്ഷെ അവിടെ നമുക്ക് ജനങ്ങളുടെ, ദൈവത്തിൻ്റെ ഒരു കൈത്താങ്ങുണ്ടായി. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും എല്ലാ സമുദായങ്ങളിൽപ്പെട്ട ആളുകളും അന്ന് നമ്മളെ സഹായിച്ചു. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ എത്രയോ സഹായിച്ചു. കാരണം അവരുടെ സഹായം ഇല്ലാതെ അവിടെ ജയിക്കാൻ പറ്റൂല. അവരുടെ സഹായം ഇല്ലാതെ അവിടെ ജയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് നല്ല ഒരു അവസരമായിട്ട് മാറുകയായിരുന്നു. ഒരുപക്ഷെ ദൈവനിശ്ചയം അങ്ങനെ ആവാം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നല്ലതിന് വേണ്ടി എന്ന് പറയാറുണ്ടല്ലോ. അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഒരാളുടെ അടുത്ത് ചെന്ന് നമ്മൾ പറയേണ്ട കാര്യം ഇതിലില്ല. ഇപ്പം മുസ്ലിം ലീഗിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗോഡ് ഫാദർമാർ വേണം. അതെ, നടന്ന് നടന്ന് നമ്മളുടെ ചെരുപ്പ് തേയും ഓരോ കാര്യങ്ങൾക്ക്. ഇപ്പോൾ MLA ആകണം, മന്ത്രി ആകണം. അതൊക്കെ ലീഗിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക, പിന്നെ ഹഡിൽസ് തരണം ചെയ്യണം. ഒരുപാട് ആളുകളുടെ റെക്കമെൻഡേഷൻ വേണം. ഒരുപാട് ആളുകളുടെ കയ്യും കാലും പിടിക്കണം. ഇത് ഞാൻ MLA ആയതും ഞാൻ ആദ്യം പറഞ്ഞല്ലോ മത്സരിക്കുമെന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചു. ഇടതുപക്ഷം എനിക്ക് പിന്തുണ നൽകി. കഴിഞ്ഞ 3 തവണ തവനൂരിൽ എന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നിയോഗിച്ചു. ഞാൻ ഒരാളോടും ചെന്നിട്ട് പറഞ്ഞിട്ടില്ല എന്നെ അടുത്ത പ്രാവശ്യം ആക്കണം. ഇപ്പം ഞാൻ ആക്കണ്ടെന്നാണ് പറഞ്ഞത്. ആക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളെയും സമീപിച്ചിട്ടില്ല. മന്ത്രിയാണ് ഞാൻ എന്നുള്ളത് ഞാൻ അറിയുന്നത് ടെലിവിഷനിൽ എഴുതി കാണിക്കുമ്പോഴാണ്. ഒരാളുടെ അടുത്തും ഞാൻ പോയിട്ട് എനിക്ക് മന്ത്രിയാവണം, ഞങ്ങൾ അങ്ങനെ ആക്കണം, ഒരു ഗോഡ് ഫാദറും ഇവിടെ അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അതെല്ലാം CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ ഒരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത് ഇടതുപക്ഷത്തിൻ്റെ. മറ്റുള്ള പാർട്ടികളിലൊക്കെ തന്നെ, ഇപ്പോൾ കോൺഗ്രസ്സിലായാലും ശരി, മറ്റു പാർട്ടികളിലായാലും ഒക്കെ തന്നെ ഒരുപാട് ആളുകളുടെ കയ്യും കാലും പിടിച്ച് അവരുടെ പിന്നെ സേവ ചെയ്ത് ഓലപ്പെട്ടി കുറേ കാലം എടുത്ത് നടന്ന് അങ്ങനെയൊക്കെയാണ് കിട്ടുക. പക്ഷെ അതൊന്നും അല്ലാതെ ഈ ഒരു നിലയിലെത്താൻ സാധിച്ചത് ഇടതുപക്ഷത്തെത്തിപ്പെട്ടത് കൊണ്ടാണ് എന്ന് ഉറച്ചു കരുതുന്നയാളാണ് ഞാൻ.